ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നൽകി അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് തരാം. ഫുൾ ടീം സമയബന്ധിതമായി നിലമ്പൂരിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താനും ഞങ്ങൾ ഇന്നു മുതൽ ഇറങ്ങുകയാണ്. പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ ചലിക്കും. അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. മറ്റൊരു തിരിഞ്ഞു നോട്ടവും ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നീങ്ങും. ചാർജ് കൊടുത്തവരൊക്കെ ഫുൾ ടൈം ഫീൽഡിലുണ്ടാവും. പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാട്ടിലില്ല, മെക്കയിലാണുള്ളത്. അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകാരം വാങ്ങി. ആ തീരുമാനങ്ങൾ ഇന്നെടുത്തു. ഇനി നിലമ്പൂർ ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയുമില്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഒരേ സ്വരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, ഇറങ്ങാൻ തീരുമാനിച്ചു. അല്ല, അത് വാർത്തകൾക്ക് നിങ്ങൾ കൊടുത്തല്ലോ, ഞങ്ങൾ പറഞ്ഞു. അവിടെ മത്സരരംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. CPM നേതൃത്വം നൽകുന്ന UDF ജയിക്കും. ആ ഇലക്ഷനിൽ UDF ജയിക്കും. അതിനാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പാണക്കാട് തങ്ങൾ വെട്ടിച്ച ആളാണ് ഷൗക്കത്ത് എന്നാണ് പറയുന്നത്. അല്ല, അപ്പം നിങ്ങൾ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതിനൊന്നും മറുപടി പറയില്ല, സമയം കളയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ ആരോപണത്തിലൊക്കെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും മറുപടി പറയും. ഇപ്പൊ ഫോക്കസ് കേട്ടത്. ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി പാർട്ടി ഒന്നാകെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്.